أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്സും ആരോഗ്യവും അത് നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും സാധ്യമാകുന്നത്ര റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ആരോഗ്യവാനായി ജീവിക്കുമ്പോൾ വലിയ പ്രാധാന്യവും വിലയും ഒന്നും നമ്മളതിന് നൽകാറില്ലെങ്കിലും അത് നഷ്ടപ്പെടുമ്പോൾ, അത് മുഴുവൻ നഷ്ടപ്പെടണ്ട, അതിലേതെങ്കിലുമൊക്കെ സംഗതികൾ തന്നെ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വിലയും നിലയുമൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മളെ ചുറ്റിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിസ്സഹായരായ ഒരുപാട് മനുഷ്യരെ കാണുമ്പോൾ അവരെ കൂട്ടത്തിൽ നമ്മുടെ ഉറ്റവരും ഉടയവരുമുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്, ജ്യേഷ്ഠാനുജന്മാരും മാതാപിതാക്കളുമുണ്ട്. ഓടിച്ചാടി നടന്നിരുന്ന, ആരോഗ്യത്തോടെ രാപ്പകൽ അധ്വാനിച്ചിരുന്ന, സ്വന്തം കുടുംബത്തിന് വേണ്ടി, നാടിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി പണിയെടുത്തിരുന്ന ആ ആളുകൾ ഒരു പ്രഭാതത്തിൽ, ഒരു പ്രദോഷത്തിൽ ഒന്നുമല്ലാതായി മാറുന്ന വല്ലാത്ത നിസ്സഹായാവസ്ഥ മനുഷ്യനെ പിടികൂടാറുണ്ട്. അങ്ങനെ പിടികൂടിയ കുറെ മനുഷ്യന്മാർ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നുണ്ട്. അവരെ കാണുകയും അറിയുമൊക്കെ ചെയ്യുമ്പോഴാണ് അള്ളാഹു നൽകിയ ആരോഗ്യത്തിന്റെ വില എത്രയാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു പരിഗണനയും കൂടാതെ, ഒരു വലിയ വിലയൊന്നും നൽകാതെ നമ്മൾ അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്യുന്ന ഓക്സിജനും കാർബൺ ഡയോക്സൈഡും മാത്രം ഒരു ഹോസ്പിറ്റലിൽ പോയി ഏതാനും മണിക്കൂർ ആ ഓക്സിജൻ സിലിണ്ടർ ഒന്ന് കുത്തിവെച്ചാൽ കിട്ടുന്ന ബില്ലിന്റെ വലിപ്പം നോക്കിയാൽ അറിയാം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വില. അത് കേവലം ഒരു സംഗതി മാത്രമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, പടച്ചവനെ ഞാൻ നിന്നോട് ആഫിയത്തിനെ ചോദിക്കുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, പടച്ചവനെ എന്റെ ശരീരത്തിന് നീ ആഫിയത്ത്, ആരോഗ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, എന്റെ കേൾവിക്ക് നീ ആഫിയത്ത് നൽകണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എന്റെ കാഴ്ചക്ക് നീ ആഫിയത്ത് നൽകണം. ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ. അതുകൊണ്ട് എന്നെ നീ നിസ്സഹായനാക്കരുത് എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണും. പുതിയ കാലത്ത് ഇത് ഏറെ പ്രസക്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓടിച്ചാടി നടക്കുന്ന മനുഷ്യൻ ഒരു ലാബ് റിസൾട്ട് വന്നാൽ, ഒരു ചെറിയ നെഞ്ചുവേദന വന്നാൽ, ശരീരമാകെ വന്ന് വിറയിൽ വന്ന് ഒന്ന് കുഴഞ്ഞു വീണാൽ അതോടുകൂടി അവന്റെ ജീവിതത്തിന്റെ താളം തെറ്റി, ക്രമം തെറ്റി. അവന്റെ മാത്രമല്ല, അവനുമായി ബന്ധപ്പെട്ട സകല മനുഷ്യരുടെയും ജീവിതത്തിന്റെ താളം തെറ്റി. പിന്നീട് താങ്ങാൻ പറ്റാത്തവണ്ണം വലിയ മെഡിക്കൽ ചെലവുകളാണ്. സാധാരണക്കാരന് മാത്രമല്ല, വലിയ ധനാഢ്യരായ മനുഷ്യർ പോലും അന്താളിച്ചു പോകുന്ന രീതിയിലുള്ള
ഭാരിച്ച ജീവിത ചെലവും ചികിത്സാ ചെലവുമായി മുന്നോട്ട് ജീവിതം തള്ളി നീക്കേണ്ട, ഒരുപക്ഷെ മരണം വരെ പിന്നീട് ഒരു തിരിച്ചുവരവ് അസാധ്യമാകുന്ന രീതിയിൽ നിസ്സഹായരാക്കപ്പെടുന്ന മനുഷ്യർ നമുക്ക് ചുറ്റിലുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കാതിരിക്കട്ടെ. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കുകയും, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, നമ്മുടെ ഒക്കെ നിഗളിപ്പിന് ഒരു മെഡിക്കൽ കോളേജിന്റെ വിസിറ്റ് മാത്രമേ പരിധിയുള്ളൂ. മാസത്തിൽ ഒരിക്കലെങ്കിലും തൊട്ടടുത്ത മഞ്ചേരിയിലോ മലപ്പുറത്തോ കോഴിക്കോടോ ഒക്കെയുള്ള പെരിന്തൽമണ്ണയിലൊക്കെയുള്ള ഏതെങ്കിലും ഒരു ആശുപത്രിയിലൂടെ ക്രിട്ടിക്കൽ വാർഡുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ, ഒന്ന് നടന്നുപോയാൽ തീരും നമ്മുടെ അഹങ്കാരവും അഹന്തയും തൻപോരിമയും കിബിറും ബാക്കിയുള്ള എല്ലാം. അങ്ങനെ ഓടിയിരുന്ന കുറെ മനുഷ്യന്മാർ അവരെ കിടക്കുന്നുണ്ട്, ഒന്ന് അനങ്ങാൻ പറ്റാതെ, ഒന്ന് ഇളകാൻ പറ്റാതെ. അവരുടെ ആ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസം നേരാവണ്ണം ഒന്ന് ശ്വാസം കഴിക്കാൻ പറ്റിയാൽ മതി എന്നുള്ള. എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകാൻ ആരുടെയും സഹായമില്ലാതെ, പരസഹായമില്ലാതെ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ മാത്രം റബ്ബേ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിസ്സഹായരായി വിലപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യര് നമുക്ക് ചുറ്റിലുമുണ്ട് എന്നറിയണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളെയും പ്രതിഫലമാക്കി മാറ്റുന്നവനാണ് അവൻ. ഞാൻ നേരത്തെ ഓതി വെച്ച അയ്യൂബ് നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നത് തന്നെ അത്തരം പരീക്ഷണങ്ങളെ ഒരു വിശ്വാസി എങ്ങനെയാണ് കരുത്തോടെ നേരിടേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ്. നിസ്സഹായനാവുന്നതിന് പകരം അള്ളാഹുവിന്റെ മുമ്പിൽ വിനയത്തോടുകൂടി റബ്ബേ, ഇപ്പൊ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിശദീകരിക്കാൻ ഇപ്പോൾ സന്ദർഭമില്ല. വലിയ പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ച പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം. വിട്ടുമാറാത്ത, മനുഷ്യർക്ക് അടുക്കാൻ കഴിയാത്ത, എല്ലാവരും വെറുക്കുന്ന രീതിയിലുള്ള ഒരു രോഗം നൽകി അങ്ങനെ ജീവിക്കാൻ, ഒരുപാട് കാലം അങ്ങനെ ജീവിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നത് ജീവിച്ചിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന് വേണ്ടിയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അന്നീ മസ്സനി യദുറു റബ്ബേ, എനിക്കിതാ ദുരിതം ബാധിച്ചിരിക്കുന്നു, എന്നെ പ്രയാസം ബാധിച്ചിരിക്കുന്നു, വ അൻത അർഹമുർ റഹീമീൻ. പക്ഷെ ആ പ്രയാസത്തിന്റെ നടുവിലും എന്റെ ആശാകിരണം, എന്റെ പ്രതീക്ഷ, എന്റെ പ്രത്യാശ, വ അൻത അർഹമുർ റഹീമീൻ, നീ കാരുണ്യവാന്മാരിൽ കാരുണ്യവാനാണ്. ആ പ്രാർത്ഥന ഒരു പരിധിയുടെ അള്ളാഹു ആ പ്രാർത്ഥന തുടരാൻ അങ്ങനെ വിടുകയും, ഫസ്തജബ്നാ ലഹു, ആത്മാർത്ഥമായ ആ പ്രാർത്ഥനയ്ക്ക് റബ്ബ് പിന്നീട് ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തെ ബാധിച്ച ആ ദുരിതത്തിൽ നിന്ന് നാം അദ്ദേഹത്തിന് മോചനം നൽകി. വആതൈനാഹു അഹ്ലഹു, വിട്ടുപോയിരുന്ന കുടുംബത്തെ നാം അദ്ദേഹത്തിന് നൽകി. വമിസ്ലഹും മഅഹും, കുടുംബത്തെ മാത്രമല്ല അതുപോലെയുള്ള ഒരുപാട് ആളുകളെ, സൗകര്യങ്ങളെ, സംവിധാനങ്ങളെ, കുടുംബങ്ങളെ നാം അദ്ദേഹത്തിന് നൽകി. റഹ്മത്തൻ മിൻ ഇന്ദിനാ, നമ്മിൽ നിന്നുള്ള അനുഗ്രഹമായിക്കൊണ്ട്. വദിക്റാ ലിൽ ആബിദീൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് സ്മരിക്കാൻ, പാഠം പഠിക്കാൻ ഇബ്റത്തായിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് അവരങ്ങനെ തന്നെ കാണൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്. ഇന്ന അംറുഹു കുല്ലുഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ലോകത്തെ വിശ്വാസികൾക്കല്ലാത്ത ഒരു വിഭാഗത്തിനും ഇങ്ങനെ ഒരു അത്ഭുതമില്ല, ഇങ്ങനെ ഒരു മാജിക് ഇല്ല. എന്താണത്? അവൻ എന്തെങ്കിലും സന്തോഷകരമായ അനുഗ്രഹങ്ങൾ വന്നാൽ ശക്കറ, അവൻ അള്ളാഹുവിനെ സ്തുതിക്കും. മതിമറന്ന് കൂത്താടുകല്ലേ ചെയ്യ ശക്കറ, അവൻ അള്ളാഹുവിനെ സ്തുതിക്കും. ഫകാന ലഹു ഖൈറുൻ, അതവൻ ഖൈറായി മാറും. ഇനി അവനെ വല്ല ദുരിതവും ബാധിച്ചാൽ സ്വബറ, അവൻ അള്ളാഹിന്റെ മാർഗത്തിൽ ക്ഷമിക്കും. വകാന ഖൈറൻ ലഹു, അതവന് ഗുണകരമായി ഭാവിക്കും. ഖൈറ് വന്നാലും ഷെറ് വന്നാലും എങ്ങനെ സംഭവിച്ചാലും അത് പരലോകത്തേക്കുള്ള അമാനത്താക്കി വെക്കാൻ കഴിയുന്ന ലോകത്തിലെ അത്ഭുത സൃഷ്ടികളാണ് വിശ്വാസികൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ലോകത്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ചുറ്റുപാടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളോടും വൃദ്ധന്മാരോടും വൃദ്ധകളോടും അബലകളോടും ദുർബലരോടും ഒരു വിശ്വാസി സമൂഹം എന്ന നിലക്ക് നമുക്ക് നിർബന്ധമായ ചില ബാധ്യതകളുണ്ട്. നമ്മിലേക്ക് ചുരുങ്ങി, നമ്മിലേക്ക് ഇങ്ങനെ ചുരുണ്ടുകൂടി ജീവിച്ചു തീർക്കണം എന്നതല്ല ഒരു വിശ്വാസിയുടെ ജീവിതം. അതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അള്ളാഹു അതിനൊരു നിലക്കും അംഗീകരിക്കുന്നില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു പിന്തുണയും നൽകുന്നില്ല. മറിച്ച് ആഫിയത്തും ആരോഗ്യവും ഒക്കെ ഉള്ള കാലത്ത് മറ്റുള്ളവരിലേക്ക് പടരണം,
കാരുണ്യമായി, സ്നേഹമായി, ആശ്വാസമായി, സാന്ത്വനമായി മറ്റുള്ളവരിലേക്ക് പടരാൻ കഴിയണം നമ്മുടെ ജീവിതം. ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് ഉപകാരം കിട്ടണം. അള്ളാഹുവിന്റെ റസൂല് അങ്ങനെയാണ് ജീവിച്ചത്. നുബുവത്തിന് ശേഷം മാത്രമല്ല, നുബുവത്തിന് മുമ്പും. അതുകൊണ്ടാണല്ലോ നുബുവത്ത് കിട്ടി പേടിച്ചു വരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരുന്ന റസൂലിന് ആദ്യമായിട്ട് നൽകുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കല്ലാ വല്ലാഹി മാ യുസീക്, അല്ലാഹു അബദൻ, ഒരിക്കലും അല്ലാഹുവാണ് സത്യം റസൂലെ, താങ്കൾ അല്ലാഹു നിന്ദിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹം, എന്തുകൊണ്ടെന്നാൽ താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാ. വതഹ്മിലുൽ കല്ല, ആളുകളുടെ ഭാരങ്ങളെ വഹിക്കുന്നവനാണ്. വതക്സിബുൽ മഅദൂം, ആവശ്യക്കാർക്ക് വേണ്ടത് നൽകുന്നവനാണ്. വതുഖറൽ ലൈഫ, അതിഥികളെ സ്വീകരിക്കുന്നവനാണ്. വതഈനു അലാ നവായിബുൽ അഹ്ക, ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസമാകുന്നവനാണ്. അൽ അമീനായ നുബുവത്തിന്റെ മുമ്പുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തിന് ശേഷമുള്ളത് പറയണ്ട. എത്ര ഹദീസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത് എന്ന് എണ്ണിക്കണക്കാക്കാൻ പ്രയാസാണ്. അത്രയും ഹദീസുകളാണ്. വളരെ കൃത്യമായ പറച്ചിലുകളോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികൾക്ക് ആശ്വാസം നൽകുന്നതിനെ കുറിച്ച് മുസ്ലിം സമൂഹത്തോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ കാലങ്ങളായി മുസ്ലിം സമൂഹം ആ വിഷയത്തിൽ വലിയ ജാഗ്രതയുള്ളവരാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. സമൂഹത്തിൽ ദുർബലരായ രോഗികളായ കിടപ്പ് രോഗികള് അല്ലെങ്കിൽ മാറാരോഗികള്, അത്തരം ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അതീ ഹദീസുകളുടെയും പരിശുദ്ധ ഖുർആനിന്റെയും ആഹ്വാനം ചെവിക്കൊണ്ട മുസ്ലിം സമൂഹം കാലങ്ങളായി, തലമുറകളായി അങ്ങനെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കേണ്ടത്. ആ നന്മകളുടെ ഉറവ നമ്മിൽ നിന്ന് വറ്റിപ്പോകാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ രണ്ട് നിലക്കും വിശ്വാസികളാണെങ്കിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നമ്മുടെ സഹോദരനാണ് ആ കിടക്കുന്നത്, സഹോദരിയാണ് ആ കിടക്കുന്നത്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അവർക്കിടയിലുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഇസ്ലാഹ്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ള കൈവക്കൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. മസലിൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലിൽ ജസദി, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അവൻ പരസ്പരമുള്ള ബന്ധത്തിന്റെ അളവുകോല് വതറാഹുമിഹിം വതആതുഫിഹിം, ആ കാരുണ്യത്തിലും സ്നേഹത്തിലും ഇഴയെടുപ്പത്തിലുമൊക്കെ അവരുടെ ബന്ധമെന്ന് പറയുന്നത് കമസലിൽ ജസദ്, ഒരൊറ്റ ശരീരം പോലെയാണ്. ഈ ഇരിക്കുന്നവർ ഒരു ശരീരമാണ്. ഇദഷ്തകാമിന്ന ഉളുവൻ, ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാൽ, ഒരു രോഗം ബാധിച്ചാൽ തദാഅലഹു സായിറുൽ ജസദ്, ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുന്നത് പോലെ ബിസ്സഹരി വൽ ഹുമ്മ, ഉറക്കമൊഴിച്ചും പനിച്ചുമൊക്കെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ, നമുക്കറിയാം കയ്യിനാണ് വേദനയെങ്കിലും ശരീരം മൊത്തത്തിലാ പനിക്കുക. വേദന കൈ മാത്രമല്ല, ശരീരം മൊത്തമാണ് ഉറക്കമൊഴിക്കുക. ഉറക്കം കിട്ടാതിരിക്കുന്നത് കൈക്ക് മാത്രമല്ല, മൊത്തത്തിലാണ്. സത്യവിശ്വാസികളുടെ പ്രത്യേകത അതാണ്. അവരൊരു ശരീരം പോലെയാണ്. അവൻ അവിടെ കിടന്നോട്ടെ, അവനങ്ങനെ കിടക്കേണ്ടവൻ തന്നെയാണ്. കുറെ ഓടിയതാണ്, മതിമറന്നോടിയവനാണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇസ്ലാമിക സമൂഹത്തിനില്ല. അവിടെ വിശ്വാസികളേത് മാത്രമല്ല, ഇനി വിശ്വാസികൾക്ക് അപ്പുറത്തുള്ള മനുഷ്യരെന്നർത്ഥത്തിൽ ആ കാരുണ്യത്തിന്റെ പാനപാത്രം ചൊരിഞ്ഞു കൊടുക്കാൻ നമ്മോട് അള്ളാഹുവിന്റെ പ്രവാചകനും പരിശുദ്ധ ഖുർആനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങളെ ഊന്നി പറയുന്നതോടൊപ്പം തന്നെ മുസ്ലിങ്ങളല്ലാത്ത ഇതര സമുദായത്തിലെ സഹോദരന്മാരും സഹോദരിമാരുമാണെങ്കിലും അള്ളാഹിന്റെ റസൂല് ആ ബന്ധം അവർക്ക് ആശ്വാസം നൽകാൻ നിർബന്ധമായ ബാധ്യത എന്ന വണ്ണം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഊദുൽ മർള, നിങ്ങൾ രോഗികളെ സന്ദർശിക്കണമെന്ന് പറഞ്ഞപ്പോ രോഗികളുടെ അഡ്രസ് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, യഹൂദിയായ ഒരു കുട്ടിക്ക് അസുഖം ബാധിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ തലഭാഗത്ത് നിന്ന് പോയിരുന്ന് അവന്റെ മൂർധാവിൽ തലോടി അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു അതിർവരമ്പുകളും നമ്മൾ വെക്കേണ്ടതില്ല. ഒരൊറ്റ അതിർവരമ്പേ ഉള്ളൂ. അവൻ കിടപ്പ് രോഗിയാണ്, അല്ലെങ്കിൽ അവൻ രോഗിയാണ്, അവൻ പ്രയാസം അനുഭവിക്കുന്നവനാണ്. അവന് നമ്മുടെ ആശ്വാസം ആവശ്യമുണ്ട്, നമ്മുടെ സാന്ത്വനം ആവശ്യമുണ്ട്. അത് ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും പുണ്യകരമായ ഒരു പ്രവർത്തനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഒരു അടിമയോട് അല്ലാഹു സുബ്ഹാനഹു അല്ലാഹു പറയും, യബ്ന ആദം മരിൽതു ഫലം തഅുദിനി, അല്ലയോ ആദം സന്തതി, ഞാൻ രോഗിയായല്ലോ, നീ എന്റെ അടുത്ത് വന്നില്ല.
ഞാൻ രോഗിയായി കിടന്നപ്പോ നീ എന്റെ അടുത്ത് വന്നില്ല. അവൻ തിരിച്ചു ചോദിക്കുകയാണ്, ഖാല യാ റബ്ബി കൈഫ അഊദുക വഅൻത വഅൻത റബ്ബുൽ ആലമീൻ. റബ്ബേ, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? നീയാണല്ലോ റബ്ബുൽ ആലമീൻ. ഖാല അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ. നിനക്കറിയാമായിരുന്നില്ലേ എന്റെ ഇന്ന അടിമ രോഗിയായി നിന്റെ അയൽവക്കത്ത്, നിന്റെ ചുറ്റുവട്ടത്ത്, നിന്റെ നാട്ടില്, നിന്റെ പരിസരത്ത് രോഗിയായി കിടന്നിരുന്നു. പക്ഷേ ഫലം തഇദുഹു, നീ അവനെ സന്ദർശിച്ചില്ല. അമാ അലിംത, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്കറിയാമായിരുന്നില്ലേ അന്നക ലൗ ഉത്തുഹു, നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ ലവജത്തനി ഇൻദഹു, നീ എന്നെ അവിടെ കാണുമായിരുന്നു എന്ന് അള്ളാഹു ഓരോ അടിമയോടും ചോദിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, പരലോകത്ത് കനം തൂങ്ങുന്ന ഏറ്റവും വലിയ അമലുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ മാമിൻ റജുലിൻ യഊദു മരീലൻ, ഒരു മനുഷ്യനുമില്ല ഒരു രോഗിയെ സന്ദർശിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു മുംസിയൻ, വൈകുന്നേരം, ഇല്ലാ ഖറജ മഅഹു 70,000 മലക്കൻ. അങ്ങനെ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോ അവന്റെ കൂടെ 70,000 മലക്കുകൾ കൂടി പുറപ്പെടും. യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹ, വൈകുന്നേരം പോകുന്നത്, നേരം വെളുക്കുന്നത് വരെ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും ആ മലായികത്തുകൾ. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ സുന്ദരമായ ഒരു തോട്ടം അതിലൂടെ അവൻ സ്വന്തമാക്കി വെക്കും. ഇനി വമൻ അതാഹു മുസ്ബിഹൻ, രാവിലെയാണ് പോകുന്നെങ്കിൽ ഖറജ മഅഹു 70,000 മലക്ക്, 70,000 മലക്കുകൾ പോകും. യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുംസി, വൈകുന്നേരം വരെ അവൻ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും ആ മലായികത്തുകൾ. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, അവനും സ്വർഗത്തിൽ സുന്ദരമായ ഒരു തോട്ടം അള്ളാഹു അവന് തയ്യാർ ചെയ്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എല്ലാ വിഭാഗത്തോടും അത് സാമൂഹ്യ ബാധ്യതയാക്കി മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഇമുൽ ജാഇയ വഊദുൽ മരീദ വഫുക്കുൽ ആനി, 3 കാര്യങ്ങൾ പറഞ്ഞു റസൂല്. അത്ഇമുൽ ജാഇയ, വിശക്കുന്നവന് ഭക്ഷണം നൽകണം, വിശക്കുന്നവന് ഭക്ഷണം നൽകണം. വഊദുൽ മരീദ, രോഗിയെ സന്ദർശിക്കണം. വഫുക്കുൽ ആനി, യുദ്ധ തടവുകാരെ മോചിപ്പിക്കണം. അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ നിലനിന്നിരുന്ന ഒരു ആവശ്യമാണ്. അതുകൊണ്ട് പ്രവാചക ശിഷ്യന്മാർ അങ്ങനെ തന്നെയാ ജീവിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരിക്കലുണ്ടായ ഒരു സംഭവം നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. സുബൈ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്ന സഹാബിമാരോട് അള്ളാന്റെ റസൂൽ ചോദിക്കാൻ, സുബൈ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്തിട്ട് വന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാളുള്ളത്? സുബൈക്ക് വരുന്നതിന് മുമ്പ് എന്ത് നന്മയാ? ആകെ ബ്രഷയിലല്ലേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാനൊരു സൽക്കർമ്മം ചെയ്തിട്ടാ വരുന്നത്. എന്താണ് അബൂബക്കറെ താങ്കൾ ചെയ്തത്? ഇന്ന വീട്ടില് ഞാൻ എത്രയോ ദിവസങ്ങളായി, എത്രയോ മാസങ്ങളായി എന്റെ വീട്ടിൽ നിന്ന് ഇത്ര ദൂരത്തുള്ള ഒരു വൃദ്ധയായ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം, അവർക്ക് വേണ്ട ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കൽ എല്ലാം ചെയ്തു വെച്ചിട്ടാണ് റസൂലെ ഞാൻ സുബൈ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്നത്. സഹാബത്തിന്റെ മുഴുവൻ ചരിത്രം ഹയാത്തു സഹാബ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ മനുഷ്യരുടെ കണ്ണുനീരൊപ്പുന്ന, മനുഷ്യരുടെ വേദനകൾ ഒപ്പിയെടുക്കുന്ന, അവരുടെ വേദനകൾ പങ്കിട്ടെടുക്കുന്ന. അതുകൊണ്ടാണല്ലോ അൻസാറുകൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെ ചരിത്രത്തിന്റെ ഭാഗമായത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് പോയ ഒരു വിഭാഗത്തെ മാറോട് ചേർത്ത് പിടിച്ച ഒരു വിഭാഗത്തിന് ചരിത്രം നൽകിയ പേരാണ് അൻസാറുകൾ എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ബാധ്യതയാണ്, മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതിലൊരുപാട് നന്മകളുണ്ട്. ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കുന്നതിലൂടെ ഒരുപാട് നന്മകളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദ മരീദൻ, ഒരു രോഗിയെ ആരെങ്കിലും സന്ദർശിച്ചാൽ നാദാ മുനാദിൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, തിബ്ത, നീ ഒരു നല്ല കാര്യം ചെയ്തു. വതാബ മംസാക, നിന്റെ വഴികളെ നീ സുഗന്ധപൂരിതമാക്കി. വതബവ്വഅത മിനൽ ജന്നത്തി മൻസില, നീ സ്വർഗ്ഗത്തിൽ നിനക്ക് വേണ്ടി ഒരു ഭവനം പണിതിരിക്കുന്നു എന്ന് പറയും. അള്ളാഹിന്റെ സഹായം കിട്ടും. മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന് ലോലമായ അവസ്ഥ വരും, ഹൃദയത്തിന്റെ കാഠിന്യം പോകും, ജീവിതത്തിന്റെ നൈമിഷികത നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു നൽകിയ ആരോഗ്യത്തിന്റെ വിലയും നിലയും നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ മലക്കുകളുടെ പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞു, 70,000 മലക്കുകൾ അവര് വേണ്ടി പ്രാർത്ഥിക്കും. പ്രവാചക ചര്യയെ നമ്മൾ അനുധാവനം ചെയ്യുന്നവരായി മാറും. ഏറ്റവും അവസാനം പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടും. ആ മനുഷ്യരുടെ പ്രാർത്ഥന ഈ ചെല്ലുന്നവന് വേണ്ടി അള്ളാഹു അവരുടെ പ്രാർത്ഥന ലഭിക്കും. ഇദാ ദഖൽത അലാ മരീദിൻ ഫമുർഹു അൻ യദൂ, നിങ്ങൾ രോഗിയുടെ അടുത്ത് ചെന്നാൽ അവനോട് നിങ്ങൾ ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ പറയണം. എന്താ കാരണം?
അൻ യദൂലക താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. ഫഇന്ന ദുആഹു കദുആഇൽ മലായിക എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രാർത്ഥന മലായിക്കത്തുകളുടെ പ്രാർത്ഥന പോലെയാണ്. സഹിയായ ഹദീസുകളാണ്. അതുകൊണ്ട് ആ രീതിയിൽ പോണം. പക്ഷെ പോകുന്നവരോട് ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ പലപ്പോഴും രോഗ സന്ദർശനം എന്ന് പറയുന്നത് രോഗിയെ പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനുള്ള സന്ദർശനങ്ങളായി മാറാറുണ്ട്. അവിടെ ചെന്ന് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇദാ ദഖൽതുമൽ മരീൽ ഫനഫ്ഫസൂ ലഹു ഫിൽ അജൽ ഫഇന്ന ദാലിക ലാ യറുദ്ദു ശൈഅൻ വഹുവ യുതയ്യിബു നഫ്സ. ഒരു രോഗിയുടെ അടുത്ത് ചെന്നാൽ നിങ്ങൾ പ്രതീക്ഷയുടെ വാക്കുകൾ പറയണം. നമ്മുടെ നാട്ടിൽ എങ്ങനെ ചെറിയ രോഗം ഉണ്ടാവുള്ളൂ, പക്ഷെ ആ രോഗം വന്ന് ആ 4 മൈൽ അപ്പുറത്ത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അയാളെ മുമ്പ് നിന്നിട്ട് തന്നെ പറയും ഇങ്ങനെ തന്നെ ഒരു വേദന വന്നതാണ്, പിന്നെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ആള് മരിച്ചു. ഇതിങ്ങനെ കേൾക്കുകയാണ്. അടുത്ത ആള് വന്നിട്ട് ഇത് പറയും. നാട്ടിലെ സ്ത്രീകൾ മുഴുവൻ വന്നിട്ട് അവിടെ കിട്ടിയ എല്ലാ കഥകളും റിവായത്ത് ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് പലപ്പോഴും രോഗിയുടെ ഈ ബെഡിന്റെ അരികെ എന്നുള്ളത്. ആട്ടിയകറ്റണം അത്രയുള്ള ആളുകളെ. പ്രതീക്ഷ കൊടുക്കണം. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാൻ ലാ യറുദ്ദു ശൈഅൻ. അതുകൊണ്ട് ചിലപ്പോൾ ആയുസ് നീട്ടി കിട്ടുന്നില്ല. അയാൾക്ക് അജലെത്തിയാൽ അയാൾ പോവും. പക്ഷെ യുതയ്യിബു നഫ്സ, മനസ്സ് ശുദ്ധമാക്കും ആ രോഗിയുടെ. എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉള്ളതാണ്. എന്റെ ഉമ്മൊക്കെ കിടക്കുന്ന സമയത്ത് ഞാൻ ചില ആളുകളോട് മാന്യമായി പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഇവിടുന്ന് പോയി തരണം. കാരണം ആ രോഗി കൂടുതൽ വേവലാതിയാകാൻ, വിഭ്രാന്തിയാകാൻ. നമ്മളിങ്ങനെ പ്രഷർ കുറച്ചു കൊണ്ടുവരുമ്പോൾ ഒരു പ്രഷർ കൂട്ടിയിട്ട് പോകും. അപ്പൊ ആ അവസ്ഥയിലുള്ള സംഗതികൾ ഉണ്ടാകാൻ പാടില്ല. രോഗിക്ക് ഒരിക്കലും പ്രയാസം ഉണ്ടാകരുത്. രോഗിയെ ശുശ്രൂഷിക്കുന്ന വീട്ടുകാരുണ്ട്, അവർക്കും പ്രയാസം ഉണ്ടാകരുത്. അവിടെ ചായയും വെള്ളം കിട്ടിയാലേ പോരും വാശി പിടിക്കണ്ട. ഈ ചെല്ലുന്നവർക്ക് മുഴുവൻ ചായ കാച്ചലാണ്. ചില വീട്ടിൽ ചെന്നാൽ പറയും രോഗിനെ നോക്കാൻ ഞങ്ങൾക്ക് നേരം കിട്ടാറില്ല, കാരണം ഒരു ടീം പോകുമ്പോഴേക്കും അടുത്ത ടീം വരും. ഒന്ന് ഗ്രേഡ് കൂടിയവരായിരിക്കും, മറ്റൊന്ന് ഗ്രേഡ് കുറഞ്ഞവരായിരിക്കും. അപ്പൊ അവർക്ക് അത് വേണം ഇത് വേണം എല്ലാം കിട്ടി റാഹത്തായാലേ രോഗിയെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങും. രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും പ്രയാസം ഉണ്ടാവരുത്, ബുദ്ധിമുട്ടുണ്ടാകരുത്. എപ്പോഴും സന്ദർശിക്കണ്ട. അതും റസൂല് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രോഗിയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പോകണ്ട. ഇടവിട്ട ദിവസങ്ങളിൽ പോയാൽ മതി. അവിടെ നിർബന്ധമായി പോകേണ്ട ആളുകളുണ്ടാവും. രോഗിക്ക് മുറിവെട്ടി കൊടുക്കാനും മരുന്ന് കൊടുക്കാനും ഇഞ്ചക്ഷനൊക്കെ പോകേണ്ട ആളുകൾ അവർ ഡെയിലി പോകണം. അതല്ലേ പറഞ്ഞത്. സന്ദർശനം ഒരിക്കലും ഉപദ്രവമായി മാറരുത്. രോഗിക്ക് ആശ്വാസം ലഭിക്കണം. അതുകൊണ്ട് രോഗി ആകുക എന്നത് ഏത് സന്ദർഭത്തിലും നമുക്ക് ഉണ്ടാകാവുന്ന, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഒരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് വീഴുന്നത് വരെ അതിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കൂല. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് നമുക്ക് സമയമില്ല ഒരു രോഗിയെ സന്ദർശിക്കാൻ. കുടുംബബന്ധങ്ങൾ നിലനിർത്താൻ സമയമില്ലാത്തതുപോലെ തന്നെ രോഗിയെ സന്ദർശിക്കാനും സമയമില്ല. അതിന് സമയം കണ്ടെത്തി നമ്മളത് ചെയ്യണം. എന്നാലേ 4 ആളുകൾ നമ്മളടുത്തേക്കും വരൂ എന്നെങ്കിലും നന്ന ചുരുങ്ങിയത് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല മാരകമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ആഫിയത്തോടു കൂടിയ, ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.